ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമുക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന് ഭൂമിയിലും ആകാശത്തുമായി കോടിക്കണക്കിന് സൃഷ്ടികളുണ്ട്. അതിൽ നേരിട്ട് ജീവനുള്ളവയും ജീവനില്ല എന്ന് നമുക്ക് തോന്നുന്നവയുമായി കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ പരിപാലിക്കുന്നവനാണ് പടച്ചവൻ. യഥാർത്ഥത്തിൽ ആ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഈ ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ മാത്രമേ പ്രതീക്ഷ വയ്ക്കാവൂ. അവനാണ് എല്ലാ ഉയർച്ചയുടെയും താഴ്ചയുടെയും ഉടമസ്ഥൻ എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ആരാണോ അവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹതയുള്ളവൻ. ഈ ലോകത്ത് കാണപ്പെടുന്ന വസ്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് പ്രധാനമായും 4 വസ്തുക്കൾ ചേർത്താണ്. അല്ലെങ്കിൽ ഒരു പഠനം നമ്മൾ നടത്തുകയാണെങ്കിൽ ഭൂമി ലോകത്ത് ആകാശലോകത്തുള്ള വസ്തുക്കൾ ആകെ അടിസ്ഥാനപരമായി 4 എണ്ണമാണ്. അതിൽ മനുഷ്യനെ പടയ്ക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് പ്രധാനമായും മണ്ണാണ്. എന്നാൽ വെറും ഒരു മണ്ണല്ല, മറിച്ച് വെള്ളത്തിൽ കലർത്തിയ കുഴമണ്ണാണ്, കളിമണ്ണാണ് മനുഷ്യനെ പടയ്ക്കാൻ വേണ്ടി അല്ലാഹു ഉപയോഗിച്ചത്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പോലെ തന്നെ ഭൂമി ലോകത്ത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന ജിന്നുകൾ എന്നറിയപ്പെടുന്ന മനുഷ്യരുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മറഞ്ഞ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു പ്രധാനമായും ഉപയോഗിച്ചത് തീജ്വാല. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമക്ഷത്തിൽ വന്നു പോകുന്ന, അവനുമായി കൂടുതൽ ബന്ധമുള്ള, നേരെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാന സൈന്യമായ മലക്കുകളെ അള്ളാഹു പടച്ചിരിക്കുന്നത് പ്രകാശത്താൽ. അപ്പോ ലോകത്ത് സൃഷ്ടികളെ പടച്ചിരിക്കുന്നത് ഒന്നുകിൽ മണ്ണുകൊണ്ടാണ്, വെള്ളം കലർത്തിയാണ്, അല്ലെങ്കിൽ തീജ്വാല കൊണ്ടാണ്, അതിലും മറ്റെന്തോ കലർത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പിന്നെ പ്രകാശം കൊണ്ടാണ് അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ മനുഷ്യന്റെയോ മറ്റു ജീവികളുടെയോ സത്ത നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വസ്തുക്കളായി വേർതിരിക്കാൻ പറ്റും. മണ്ണായി, വെള്ളമായി, തീയായി വേർതിരിക്കാൻ പറ്റും. ഈ 4 വസ്തുക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് സംവിധാനിച്ചിരിക്കുന്ന ഒരു സത്ത എന്ന് പറയുന്നത് കാറ്റാണ്. ലോകത്ത് കാറ്റ് അഥവാ വായു ഇല്ലെങ്കിൽ മനുഷ്യൻ ഉൾപ്പെടെ ഒരു ജീവിക്കും ജീവിക്കാൻ സാധിക്കുകയില്ല. മലക്കുകൾക്ക് ഒരുപക്ഷെ അതൊന്നും ആവശ്യമില്ല. ബാക്കി എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും വായു അത്യാവശ്യമാണ്. സസ്യങ്ങൾക്ക് പോലും ആധുനിക ശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ ഉച്ഛ്വാസവായു വൃക്ഷങ്ങളുടെ നിശ്വാസവായു എന്നാണ്. അഥവാ സസ്യങ്ങൾ അതിന്റെ ഇലകളിലൂടെ ശ്വസിക്കുമ്പോൾ അത് പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ എന്ന പ്രാണവായുവിനെയാണ്. മനുഷ്യൻ അവന്റെ ശ്വാസകോശത്തിലേക്ക് പ്രാണവായുവാകുന്ന ഓക്സിജനെ വലിച്ചെടുത്തിട്ട് അവൻ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്.
ഓക്സിജൻ മനുഷ്യന്റെ പ്രാണവായുവാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വൃക്ഷങ്ങളുടെ പ്രാണവായു. കാറ്റുമായി ജീവികൾക്കൊക്കെ അതിന്റെ ശ്വാസത്തിന്, അതിന്റെ ശ്വസനത്തിന്, നിലനിൽപ്പിന്, ജീവിതത്തിന് അഭേദ്യമായ ബന്ധമാണ്. ഇതൊക്കെ പടച്ചവരുടെ സംവിധാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു അളവ് നിർണയിച്ചിട്ടുണ്ട്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നു, നമ്മളുടെ അടുക്കൽ എല്ലാ വസ്തുക്കളുടെയും ഖജനാവുണ്ട്. പക്ഷെ ഭൂമിയിലേക്ക് നാം ആവശ്യത്തിനേ ഇത് ഇറക്കുള്ളൂ. കൂടുതൽ ഇറക്കിയാൽ അപകടമാണ്, കൂടുതൽ വെള്ളം ഇറക്കിയാൽ അപകടമാണ്, കൂടുതൽ കാറ്റ് വന്നാൽ അപകടമാണ്, കൂടുതൽ തീ വന്നാൽ അത് ഇതിലേറെ അപകടമാണ്. എന്തും അള്ളാഹു അളവ് വിട്ടിറക്കിയാൽ, നിയന്ത്രണം ഒരല്പസമയത്തേക്ക് വിട്ടാൽ അത് വലിയ അപകടം ചെയ്യും. മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അമേരിക്കയിലെ തീയെ സംബന്ധിച്ച് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. പലരും പല അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും എന്തായാലും അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവന്റെ നിയന്ത്രണം വിട്ട് യാതൊന്നിനും പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് പൊതുവായ പാഠം ലോകത്തിന് നൽകുമെന്ന് അള്ളാഹു തആല. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ അഹങ്കരിച്ച ഒരു രാഷ്ട്രമാണ് അമേരിക്ക. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധ ബലമുള്ള നാടും അമേരിക്കയാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, ഏറ്റവും കൂടുതൽ ആധുനിക ശാസ്ത്രം വികാസം പ്രാപിച്ച ഒരു നാടും അമേരിക്കയാണ്. എല്ലാം ഉണ്ടായിരുന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരെ അയച്ച ഒരു വസ്തു, അതിനെ നിയന്ത്രിക്കാൻ അവരുടെ ഒരു സംവിധാനത്തിനും സാധിച്ചിട്ടില്ല. ദിവസങ്ങളായി അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. എടുത്തു പറയാനുള്ള ഒരു കാര്യം, സാധാരണ ഇത്തരം ഒരു പ്രവണത ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത് ഉഷ്ണകാലത്താണ്. ഇപ്പോൾ അമേരിക്കയിൽ ശൈത്യകാലമാണ്. ശൈത്യകാലം എന്ന് മാത്രമല്ല, മഞ്ഞ് വീഴ്ചയുടെ കാലമാണ്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എല്ലാം അമേരിക്കയിൽ മഞ്ഞ് വീഴുന്ന സമയമാണ്. അമേരിക്കയിൽ തന്നെ മറ്റൊരു ഏരിയയിൽ, മറ്റൊരു പ്രവിശ്യയിൽ മഞ്ഞ് വീഴുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അമേരിക്കയുടെ വാഷിംഗ്ടണിനോട് ചേർന്ന് കിടക്കുന്ന, അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിനോട് ചേർന്ന് കിടക്കുന്ന അമേരിക്കയിലെ ഏറ്റവും വികസിത നാടായ ലോസ് ആഞ്ചലസിൽ അഗ്നിയാണ്. ഒരു അത്ഭുതമാണ് പടച്ചവന്റെ. ഇത് അമേരിക്കക്കാരെ ശിക്ഷിക്കാനാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കി പറയാം. പക്ഷെ ലോകത്തെ പഠിപ്പിക്കാൻ, അമേരിക്കയെ ശിക്ഷിക്കാൻ മാത്രമല്ല, ലോകത്തിൽ പാഠം നൽകാനാണ് അല്ലാഹു തആല ഇത്തരം പ്രതിഭാസങ്ങൾ ലോകത്തേക്ക് ഇറക്കുന്നത്. വെറുതെ അല്ല. പടച്ചവന്റെ ഒരു പ്രവൃത്തിയും പാടില്ല, അർത്ഥരഹിതമായ, അർത്ഥശൂന്യമായി ഒന്നും റബ്ബ് ചെയ്യാറില്ല. എല്ലാത്തിന്റെ പുറകിലും പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളും ചില ഉദ്ദേശങ്ങളും റബ്ബിനുണ്ടാകും. അത് കാരണം ചെയ്യുന്നത് റബ്ബാണ്. ഇത്ര വലിയ ബ്രഹ്മാണ്ഡ കടാഹത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ചു കൊണ്ടുപോകുന്ന അജയ്യനും സർവശക്തനുമായ അല്ലാഹു ഒരു കാര്യം ചെയ്താൽ അത് വെറുതെയാവില്ല. വെറുതെയാണെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധികളുമുണ്ട്. വലിയ അർത്ഥമുണ്ട് അതിന്റെ പുറകിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, മനുഷ്യനോട് ഇത്തരം പ്രതിഭാസങ്ങളിലൂടെ റബ്ബ് പറയുന്നത്, നീ എത്ര ബലഹീനനാണ്, നീ എത്ര അശക്തനാണ്, നീ എത്ര നിസ്സഹായനാണ്. നീ കണ്ടുപിടിച്ച ഏതെങ്കിലും സംവിധാനം കൊണ്ട് നിനക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാനാണ് അതിന്റെ സൃഷ്ടാവ്, ഞാനാണ് അതിന്റെ പരിപാലകൻ, ഞാനാണ് അതിന്റെ നിയന്ത്രണം നടത്തുന്നവൻ. നിങ്ങൾക്ക് സാധ്യമല്ല എന്ന വലിയൊരു സന്ദേശം അല്ലാഹു നൽകുകയാണ്. ചിലപ്പോൾ തീയിലൂടെയാകാം, ചിലപ്പോൾ വെള്ളത്തിലൂടെയാകാം, ചിലപ്പോൾ കാറ്റിലൂടെയാകാം. അമേരിക്കയിൽ രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ലോസ് ആഞ്ചലസിൽ കാറ്റടിക്കുകയാണ്. അടിക്കുന്ന കാറ്റിന്റെ ശക്തി അനുസരിച്ച് തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തീയാണ്, ചെറിയ തീയല്ല. 35,000-ഓളം ഹെക്ടർ ഭൂമി നശിച്ചു. അതുവരെ ചാരപ്പറമ്പായി മാറിക്കഴിഞ്ഞു, ഒന്നും ബാക്കിയില്ല. അമേരിക്ക എന്ന് പറയുന്ന ഈ കൊത്തക മുതലാളി രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് ഹോളിവുഡ് സിനിമകളാണ്. ഹോളിവുഡ് സിനിമയിലെ സംവിധായകരുൾപ്പെടെ, അതിലെ നടീനടന്മാർ ഉൾപ്പെടെ സുഖവാസ കേന്ദ്രമായി തിരഞ്ഞെടുത്ത ഒരു നാടാണ്, ഒരു സ്ഥലമാണ് ലോസ് ആഞ്ചലസ്. നിങ്ങൾക്കല്ല ഒരുപക്ഷെ അമേരിക്കയിൽ പോയവർക്കും അല്ലെങ്കിൽ പഠിച്ചവർക്കും അറിയാം എത്ര നല്ല ഭൂപ്രദേശമാണ് അത്.
അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായ ഉപപ്രദേശം എന്ന് പറയാം ലോസ് ആഞ്ചലസിനെ കുറിച്ച്. ഇന്ന് അതൊരു ശവപ്പറമ്പാണ്, അല്ലെങ്കിൽ ഒരു മരുപ്പറമ്പാണ്. 4-5 ദിവസത്തെ അള്ളാഹുവിന്റെ നടപടിയിലൂടെ ആ നാട് ഒന്നിനും കൊള്ളാത്ത വെറും ശവപ്പറമ്പായി, അല്ലെ മരുപ്പറമ്പായി, ഭാവിയിൽ പോലും അവിടെ ജീവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്ത തരത്തിൽ അള്ളാഹു താല അതിനെ നശിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താ? പല കാരണമുണ്ടാകും. നമുക്ക് പറയാവുന്നൊരു കാരണമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്തവരാണ് അമേരിക്ക. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മൾ ആരെ ആക്രമിക്കാറില്ല എന്ന് പറയും അള്ളാഹ് ഇടയ്ക്കിടയ്ക്ക്. അള്ളാഹു മനുഷ്യരെ ആക്രമിക്കാറില്ല. അവൻ അള്ളാഹു അക്രമിയല്ല, അവൻ അനീതി ചെയ്യുന്നവനല്ല. അള്ളാഹു മനുഷ്യരെ തീരെ ആക്രമിക്കാറില്ല. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാഹു പറയുന്നതായി ഒരു ഖുദ്സി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. യാ ഇബാദി, അല്ലയോ എന്റെ ദാസന്മാരെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എന്റെ മേൽ അക്രമത്തെ ഹറാമാക്കിയിരിക്കുകയാണ്. വഇന്നി ഹറംതുഹു ബൈനകും, നിങ്ങൾക്കിടയിൽ ഞാനത് ഹറാമാക്കിയിരിക്കുന്നു. ഫല തമാലമു, നിങ്ങൾ പരസ്പരം ആക്രമിക്കല്ലേ. അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമാണ്, പടച്ചവന്റെ ഒരു കൽപ്പനയാണ്, അവന്റെ ഒരു ഓർഡറാണ്. നിങ്ങൾ ആക്രമിക്കല്ലേ പരസ്പരം, ഒരിക്കലും ആക്രമിക്കല്ലേ. 1 വർഷത്തോളം നീണ്ടുനിന്ന ജൂദായിസത്തിന്റെ കിരാതനമായ മർദ്ദനങ്ങളിൽ ഏകദേശം 1 ലക്ഷത്തോളം മനുഷ്യർ മരണപ്പെട്ടു കഴിഞ്ഞു ഫലസ്തീന്റെ മണ്ണിൽ. 1 ലക്ഷത്തോളം, 1 വർഷത്തിൽ കൂടുതലായി യഹൂദന്റെ കിരാതമായ അക്രമങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോസ് ആഞ്ചലസിൽ കാറ്റടിച്ചു, അവിടെ തീ പടർന്നു പിടിച്ചപ്പോഴാണ് വെടിനിർത്തൽ ഇത്ര ആരോഗ്യകരമായി ചർച്ചയിലേക്ക് വന്നതെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ, മറച്ചു വയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ നിർത്തിയെങ്കിലും ഇത്ര കാലത്തെ കൊലപാതകങ്ങൾ ആരോട് സമാധാനം പറയും? ആര് ചോദിക്കും? ഞങ്ങളോട് ആരും ചോദിക്കുകയില്ല എന്ന ധിക്കാരപൂർണമായ നിലപാടിനാണ് പടച്ചവന്റെ അടി. നിന്നോട് ചോദിക്കാൻ ഞാനുണ്ട് എന്ന് കൃത്യമായ നിലപാട്. അമേരിക്കക്ക് മാത്രമല്ല സഹോദരന്മാരെ, നമ്മളോടുണ്ട്. അള്ളാഹുന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. 11 കുറ്റങ്ങളുടെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹദീസിൽ അത് വായിക്കാം. ഇത് അമേരിക്കയിൽ മാത്രമുള്ളൂ. 11 കുറ്റം പറയാൻ നേരെയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 11 കുറ്റകൃത്യങ്ങൾ നിങ്ങൾ കേട്ടതുകൊണ്ട് കേൾക്കാത്തതും ഉണ്ടാവും. 11 കുറ്റകൃത്യങ്ങൾ എന്റെ ദാസന്മാർ, എന്റെ ഒരു നാട്ടിലെ ജനങ്ങൾ ചെയ്താൽ ഞാൻ അവർക്ക് 4 ശിക്ഷ കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ അള്ളാഹു പറയുന്നതായി പറഞ്ഞു. 4 ശിക്ഷ. അതിലൊന്നാണ് തീക്കാറ്റ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീക്കാറ്റാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റീഹൽ ഹംറ, റീഹുൽ ഹംറ എന്ന് പേര് വെച്ചു. കൊടുങ്കാറ്റും തീയും ഒരുമിച്ച് വരുന്നതിനാണ് റീഹൽ ഹംറ എന്ന് പറയുന്നത്. അപ്പൊ അത് നടക്കാൻ 11 തെറ്റുകൾ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന 4 ശിക്ഷയിൽ ഒരു ശിക്ഷയാണ് റീഹുൽ ഹംറ. എന്താണ് അത്? തീക്കാറ്റെന്ന് മലയാളത്തിൽ പറയും, അഥവാ കൊടുങ്കാറ്റും തീയും ഒരുമിച്ച് വരുന്ന പ്രതിഭാസം. നമ്മൾ കണ്ടില്ലേ, ചിത്രങ്ങളിലൊക്കെ കണ്ടില്ലേ, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എത്ര ശക്തിയായിട്ട് ആഞ്ഞടിക്കാൻ, എത്ര വലിയ കെട്ടിടങ്ങളെ അത് തിന്നു കഴിഞ്ഞു. മലയോളം പൊക്കത്തിൽ, പർവ്വതത്തോളം പൊക്കത്തിൽ കെട്ടി ഉയർത്തി സുരക്ഷിതമാണെന്ന് അവർ ധരിച്ച കെട്ടിടങ്ങളുടെ ഉള്ളിലൂടെ തീജ്വാല കടന്നു വരിക. കണക്ക് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. 68 സ്ഥലങ്ങളിൽ ഒരേ സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. ഇന്നും ആധുനിക ശാസ്ത്രത്തിന്റെ ഉത്തുംഗതിയിൽ നിൽക്കുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ കുഴക്കുന്നത് എന്താണ് അതിന്റെ കാരണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതാണ്. ഉത്തരവില്ല. 68 സ്ഥലങ്ങളിൽ ഒരുമിച്ചുണ്ടാകാൻ എന്തായിരിക്കും കാരണം? നമുക്ക് മനസ്സിലാകുന്നത് ഇത് അള്ളാഹുവിന്റെ ഏതോ ഒരു ഇടപെടലാണ്. ഇറാഖില് നമുക്കറിയാം 9/11 ശേഷം, സെപ്റ്റംബർ 11 സംഭവത്തിന് ശേഷം, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, അതിനുശേഷം ഇറാഖ് ഉൾപ്പെടെയുള്ള, അഫ്ഗാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി കണക്ക് പറഞ്ഞത് ഇറാഖിൽ മാത്രം 4,66,000 മനുഷ്യരെയാണ് അമേരിക്ക കൊന്നു തള്ളിയത്. 4,66,000 മനുഷ്യരെ കൊന്നു തള്ളി. 3,44,000 പേർ അല്ലാതെ മരണപ്പെട്ടു. ഇതിന്റെ കെടുതിയിൽപ്പെട്ട് മരണപ്പെട്ടു. ഇത് സഹോദരങ്ങളെ, അമേരിക്ക 1945
ജപ്പാന്റെ 2 ഗ്രാമങ്ങൾ തുടങ്ങിയതാണ് ഈ ആക്രമണം. 1491 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക രൂപീകരിക്കുന്നത്. അന്നോട് വെള്ളക്കാരല്ല ഉണ്ടായിരുന്നത്. അന്നോടുണ്ടായിരുന്ന അടിസ്ഥാനവർഗമായവർ കറുത്തവർഗക്കാരാണ്. വെള്ള വംശവരീയന്മാർക്ക് കറുപ്പിനോടുള്ള അലർജി എത്ര ഭീകരമായിരുന്നു എന്ന് കാണാൻ 6,40,000 പേരെ കൊന്നിട്ടാണ് അമേരിക്ക എന്ന രാഷ്ട്രം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പഠിക്കണതിനെ കുറിച്ച് പഠിച്ച കണ്ണു നിറയും. അവരുണ്ടായിരുന്ന അടിസ്ഥാന വർഗങ്ങളെ, കറുത്ത വർഗക്കാരെ നാടുകടത്തിയും കൊലയ്ക്ക് കൊടുത്തും ജീവനോടെ കത്തിച്ചു. 6 ലക്ഷത്തിൽ പരം മനുഷ്യരെ, അമേരിക്കക്കാരാവുന്ന അടിസ്ഥാന വർഗത്തെ കൊന്നിട്ടാണ് അവിടെ അമേരിക്ക എന്ന് പറയുന്ന വെള്ളരാഷ്ട്രം സ്ഥാപിച്ചത്. ഇന്നത് വെള്ളരാഷ്ട്രമാണ്, പക്ഷെ അടിത്തറ കറുത്തതാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു നോക്കി. ഇതിപ്പോ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് 1495 പിന്നീട് അങ്ങോട്ട് 1945 ഹിരോഷിമയിൽ വിട്ടു, നാഗസാക്കിയിലും ലോകത്തും ബോംബിട്ട്. 2 അണുബോംബ്. എത്ര ലക്ഷമാ കണക്ക് നിങ്ങൾക്കറിയാം. സഹോദരന്മാരെ, അവർക്കൊന്നും ശ്വസിക്കാൻ സമയം കിട്ടിയില്ല. ജീവനോടെ കത്തി അമരുകയാണ്. അതിൽ കുഞ്ഞുങ്ങള്, സ്ത്രീകള്, വൃദ്ധര്, രോഗികള്, ഹോസ്പിറ്റലിൽ കിടന്നവര്, വെറും നിരപരാധികൾ, യാതൊരു കാരണവുമില്ല. എന്നാലോചിച്ച് ലിറ്റിൽ പോയി കൊണ്ട് ഇടുകയാണ്, ഫാത്തിമാനെ കൊണ്ട് വിതറുകയാണ്. അമേരിക്ക ഒരു പരീക്ഷണം അവരുടെ കോളനിയായ ജപ്പാന്റെ ഹിരോഷിമയിൽ സെപ്റ്റംബർ 6, പിന്നീട് ആഗസ്റ്റ് 6, പിന്നെ ആഗസ്റ്റ് 9, 3 ദിവസം ഇടവേളയിൽ ഓരോ ബോംബും കൊന്നു തീർത്തത് 7 മുതൽ 14 ലക്ഷം മനുഷ്യരാണ് പച്ചക്ക്. അതിന്റെ കെടുതി ഇന്നും തീർന്നില്ല. 2025 പോലും നാഗസാക്കിയിലെ അണുബോംബ് വർഷത്തിന്റെ കെടുതി തീർന്നില്ല. എത്ര പരമ്പരകളായി ലോകത്ത് ചെയ്തു വെച്ച അക്രമത്തിന്റെ കണക്ക് കേട്ടാൽ അള്ളാഹു അവരോടൊന്നും ചെയ്തില്ലോ എന്ന് തോന്നും. ഒന്നും ചെയ്തില്ല. ദുനിയാവ് ശിക്ഷയുടെ രക്ഷയുടെ നാടല്ല. ദുനിയാവ് ആർക്കും ശിക്ഷ കൊടുക്കാനുള്ള സ്ഥലമല്ല. നമുക്കും ദുനിയാവിൽ ശിക്ഷ തന്നിട്ടില്ല അള്ളാഹു താല. ചെയ്ത പാപത്തിന് ചെയ്തിരുന്നെങ്കിൽ നമ്മളും ഉണ്ടാവൂല. അവർക്കും അത് ശിക്ഷ കൊടുത്തില്ല. രക്ഷയുടെ സ്ഥലവുമല്ല ദുനിയാവ്. ഇതൊരു താൽക്കാലിക വീട് മാത്രം. ഇവിടെ എല്ലാ പാപികൾക്കും വിലസ ഒരു പരിധി വരെ. കണ്ടു മടക്കുമ്പോൾ പടച്ചവനിടയ്ക്ക് ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. അതിന്റെ ഭാഗമാണിത്. നമുക്ക് വന്നിട്ടുള്ളൂ പലപ്പോഴും. നേരത്തെ ഇനിയും വരും. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുതറഫിഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹിൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. ഖുർആൻ നോക്കിയാൽ എത്രയോ ആയാത്തുകൾ പറയും. 25ഓളം ആയാത്തുകൾ. ഒരായത്ത് മാത്രം. ഒരു നാട്ടിലെ ജനങ്ങളെ നാം നശിപ്പിക്കാൻ വിചാരിച്ചാൽ, ഒരു നാട്ടിലെ ജനങ്ങളെ നാം ശിക്ഷിക്കാൻ വിചാരിച്ചാൽ, അവരിൽപ്പെട്ട സുഖലോലവരോട് നാം പറയും, നിങ്ങൾ സുഭിക്ഷമായി ജീവിച്ചോ, അധിക കാലമില്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനുള്ള അവസരം കൊടുക്കും. സുഖിമാന്മാരായി, സുഖലോലുപന്മാരായി, തെറ്റോ ശരിയോ മാറ്റമില്ലാതെ അധാർമികതയിൽ ഊന്നി ജീവിതം നയിച്ചു മുമ്പോട്ട് പോകുമ്പോൾ അതിൽ അവർ അഭിരമിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ അവരെ പിടിക്കും. ആ പിടുത്തം വല്ലാത്തൊരു പിടുത്തമായിരിക്കും. അല്ലാഹു പറയുന്നു, നാം അവരെ തകർത്ത് തരിപ്പണമാക്കി കളയും. പിന്നീട് രണ്ടാമതൊന്നും പുനർജനിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ആ നാടിനെ നാം ഇല്ലാതാക്കി കളയും. ഇത് അമേരിക്കക്കുള്ള ആയതൊന്നുമല്ല, ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് എല്ലാവർക്കും ഉള്ള ആയ. അതുകൊണ്ട് പടച്ചവനെ മറന്നുള്ള ജീവിതം, ആർഭാടത്തിൽ അഭിരമിച്ചുള്ള ജീവിതം, പണത്തിന്റെ ഹുക്ക് കാണിച്ചുള്ള ജീവിതം, അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം ആര് നയിച്ചാൽ അതൊരു അപകട സൂചനയാണ്. സഹോദരന്മാരെ, പടച്ചവൻ നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് തന്നെ പോകാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല. രക്ഷിക്കേണ്ടതും അവനാണ്, ശിക്ഷിക്കേണ്ടതും അവനാണ്. അതുകൊണ്ട് മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്കൊക്കെ കൊള്ളാം. ഇന്ന് ഞാൻ, നാളെ നീ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് എപ്പോൾ ആർക്കെന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റുന്ന കാലം പോലും കഴിഞ്ഞു കിടന്നിരിക്കുന്നു. ഇനിയുള്ള കാലം വളരെ അപകടം നിറഞ്ഞ, ദുരന്തങ്ങൾ അടിക്കടി വരാൻ സാധ്യതയുള്ള, അപകടങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള ദുഃഖവാർത്തകൾ കൊണ്ട് പേപ്പറുകൾ നിറയുന്ന കാലത്തേക്ക് നാം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിച്ചാൽ എനിക്ക് നിങ്ങൾക്കൊക്കെ കൊല്ലാം. എന്നോടാ ഞാൻ ആദ്യം പറയാം, നിങ്ങൾക്ക് കൊള്ളാം. എല്ലാവർക്കും അല്ലാഹു തആല ഉണരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്.